ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും എൻ്റെ വീഡിയോയൊക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രേരണ കിട്ടുന്നതും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇത് കണ്ടോ, നമ്മുടെ ചെറിയ ചൂടമീനാണിത്. നെത്തോലി ചൂടമീൻ പല സ്ഥലത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഈ രണ്ട് പേരുകൾ എനിക്ക് ഈ മീനിൻ്റെ അറിയുള്ളൂ. അപ്പം വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് 1/2 കിലോ ചൂടമീൻ വെട്ടി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് അത് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ടിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് കീറി അത് ഇട്ടിട്ടുണ്ട്. കുറച്ച് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് കീറി ഇട്ടിരിക്കുന്നത്. ബാക്കി എരിക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ അരപ്പ്, നമ്മുടെ ഇത് പീര വെക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ തിരുവിയത്, അതിൻ്റെ കൂടെ നമുക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ, ഇത് ഇത്രയും ചതച്ചെടുത്ത് വെച്ചിട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടു. കറിവേപ്പില ഊരി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടിനി മിക്സ് ചെയ്ത് നമ്മുടെ ഈ മീനിനകത്തേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ഇത് പീര വെക്കാൻ കുടംപുളി ഇട്ട് പീര വെക്കാറുണ്ട്. ഇവിടെ ഞാനിപ്പം നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. അതായിരിക്കും കുടംപുളിയെക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാങ്ങ ഇട്ട് പീര വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാങ്ങ, എനിക്ക് നേരത്തെ 2 മാങ്ങ കിട്ടിയത്, ഇവിടെ മാങ്ങ ഇല്ല. അപ്പോൾ നേരത്തെ 2 മാങ്ങ എനിക്ക് കിട്ടിയത് ഞാൻ എന്ത് ചെയ്തു, ഇത് പൂളി ഉപ്പിലിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ഉപ്പിലിട്ട മാങ്ങ ആണ് ഞാൻ ഇത് പീര വെക്കാനായിട്ട് ആവശ്യത്തിന് പുളിക്ക് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒക്കെ ഇതൊന്ന് തുറന്ന് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് ഇവിടെ ഞാൻ ഈ മാങ്ങ ഉപ്പിലിട്ടതെന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളം, ഉപ്പ് ചൂടുവെള്ളം, അതായത് മാങ്ങ ഉപ്പിലിടുന്ന അറിയാമല്ലോ, വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആ വെള്ളം ഇതെല്ലാം കൂടാണ് ഇതിൽ ആറിയപ്പോൾ കുപ്പിയിലൊഴിച്ച് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. അപ്പം ഇത് നമുക്ക് കറിക്കോ ആവശ്യത്തിന് ഇതുപോലെ മീൻ പറ്റിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് അഴിച്ചിടാം. ഇത്ര മതിയാവും. ഈ മാങ്ങ ഇനിയും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞിയിലേക്കിടാം. ഈ ഉപ്പുവെള്ളം, ഉപ്പും പുളിയും എല്ലാം കൂടെ ആയിട്ടുള്ളത് ഇതിനാവശ്യത്തിന് നമ്മൾ ഒഴിച്ചു. ഇതിന് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കേടുകൂടാതെ അവിടെ ഇരിക്കും. ഇതുപോലെ നമുക്ക് മാങ്ങാക്കറി വെക്കാനാണെങ്കിലും ഇതിൽ നിന്നെടുത്ത് നമുക്ക് മാങ്ങാക്കറി വെക്കാം. അതുപോലെ മീൻ പറ്റിക്കാനൊക്കെ നമുക്കിത് സമ്മന്തി അരയ്ക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇതിനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഈ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര ഉപ്പ് ഞാൻ ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് തിള കയറി കഴിഞ്ഞ്, കാരണം മാങ്ങ ഉപ്പിലിട്ടത് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തിള കയറി കഴിഞ്ഞിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ആവശ്യത്തിന് വെള്ളം, ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇത് വേകാനായിട്ട് വെക്കാം. നമുക്ക് ഈ അടപ്പയിലോട്ട് എടുത്ത് വെക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിള കയറി വേകട്ടെ. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ആ നടുവശം ഒന്ന് ഇളക്കി കൊടുക്കണം. മൊത്തത്തിൽ ഇളക്കി പൊടിക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഈ ഫ്ലെയിം സിമ്മിലേക്ക് ഇടുക. ഒരു 5 മിനിറ്റ് ഇപ്പോൾ ഇരുന്ന് തിളക്കട്ടെ. ഫുൾ ഫ്ലെയിമിൽ ഇരിക്കട്ടെ കേട്ടോ. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, കുറച്ച്. ഒരു പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒരു ശകലം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല
ടേസ്റ്റാണ്. പച്ച കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഇച്ചിരി ഊരി ഇതിലേക്കിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് ഇതുപോലെ വെക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സന്തോഷം. കാരണം പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു ഉത്സാഹം വരുന്നത് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ മാങ്ങ ഇതുപോലെ, മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് കുപ്പികളിലൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആ ഉപ്പിലിട്ട മാങ്ങയുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു പുളിയും ഇതിൻ്റെ എരിയും ഇതെല്ലാം കൂടെ മിക്സായിക്കുമ്പോൾ ഈ ചെറിയ മീൻ കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. എപ്പോഴും നമുക്ക് ചെറിയ മീനാണ് കാൽസ്യം, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, കാൽസ്യം കൂടുതൽ നമ്മൾ അടങ്ങിയിട്ടുള്ളതൊക്കെ ഈ കൊച്ചു മീനുകളിലാണ്. omega-3 ഫാറ്റി ആസിഡൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മത്തി ഇതുപോലുള്ള ചെറുമീനുകളിലൊക്കെയാണ് കൂടുതലും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചെറു മീനൊക്കെ മേടിച്ചതിൻ്റെ മുള്ളടക്കം നമുക്ക് തിന്നാനായിട്ട് പറ്റുന്ന ഇതുപോലുള്ള കൊച്ചു മീനുകളാണ്. വലിയ മീനൊക്കെ മേടിച്ച് കഴിയുമ്പോൾ മുള്ള് നമ്മൾ എടുത്ത് കളയും. ഈ മുള്ളിനകത്താണ് കാൽസ്യമൊക്കെ കൂടുതലായിട്ട് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അതടക്കം ഇത് ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബായ്.